Free. Give me two. Sure. My friends is okay. Thank you. Bingo and two free idea. Free. Try. Momo soup. We'll try it. What's that? Really? What's that? Hola. You don't know what can you do? What's that? Momos. Or a culture of Momos. No, chai was that? Soup. Soup. It is. I can't even know. Even in the order is it? Let's go to that. That's what I'm saying. I'm going to shop and carry it. ഇവിടെ ഇതേപോലത്തെ കുറേ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോപ്പ് നമ്മൾ സോസേജ് സോസേജ് നമ്മൾ ഫ്രൈ ചെയ്ത്, അതായത് ചിക്കൻ്റെ ലിവർ കഴിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇത് ശരി ചിക്കൻ തന്നെ ഇത് പോർക്ക് സോസേജ് ആണ് കേട്ടോ. പക്ഷേ ചിക്കൻ്റെ ലിവർ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. രസമുണ്ടോ? ഇത് ഒരു ചട്നി കൂടിയിട്ടാണ് കഴിക്കണം. ഒരു ചോപ്പ് ചില്ലി ചട്നി. ഇതാണ് നമ്മളിപ്പോൾ കഴിച്ചത് സോസേജ്. ഇപ്പൊ നാഗാലാൻഡിൽ വന്നിട്ട് നാഗാലാൻഡിൽ കൊഹിമ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏത് മൂഡ് ഈ പെണ്ണെ കാണിച്ചു ഞാൻ പറഞ്ഞ ഏത് മൂഡ് സംഭവം. നമ്മളിപ്പോ പട്ടായയിൽ പോയ പോലെ അല്ല, പിന്നെ അല്ലാണ്ട് നീ പട്ട അതേപോലെ ഇവര് ഇവിടുന്ന് പെരുമാറും. ഞാൻ ഫുഡിന്റെ കാര്യമാണ് നോക്കുന്നത്. ഫുഡിൽ കണ്ടോ? ഓ, ചിക്കന്റെ കാല് മറ്റേത് ഇതില്ലേ? ചിക്കൻ ചിക്കൻ പോർക്ക്. ഇതാ നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഹോൺബിൽ ഫെസ്റ്റിവലിന് ഇവിടെ കിസാം അല്ല കോഹിമേല് ഇവിടെ ഫ്രീ ആയിട്ട് ടീ കൊടുക്കുന്നുണ്ട്. ചിയേഴ്സ്. അപ്പോൾ സംഭവം വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ല, അടിപൊളി ടീ ആയിട്ട് നമുക്ക് നല്ല കിടിലൻ ടീ ആണ്. ഇവിടെ ചില സ്ഥലത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിച്ച ടീ ഇത്ര നല്ലതായിട്ടില്ല, വെറുതെ പറയുന്നില്ല കേട്ടോ. അടിപൊളി നൈസ്. അടുത്ത ഫ്രീ സ്റ്റാൾ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ നമുക്ക് നോക്കാം. ബിങ്കോ ഉണ്ട്. ഓ, give me two. Sure. My friends is okay. Thank you. ബിങ്കോ രണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ട്രൈ അവിടെ എഴുതിട്ടല്ല. ട്രൈ. വാവ്, വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആട്ടോ ഇവിടെ ഉള്ളത്. എല്ലാം നൈസ്. എനിക്ക് ഇഷ്ടമായി. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമെന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശപ്പൊക്കെ മാറും. ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നാഗാലാൻഡ് ലൈഫിൽ എന്താ പറയുക, ഇനി ഞാൻ പറയാം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് പറയും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുകൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ ഓടിയിട്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ വന്ന വർഷമാണ്. ഇനി എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവിടെ നല്ല പ്രൊമോഷൻ വന്ന മലയാളികൾക്ക് നടത്തുന്നുണ്ട്. വെറുതെ നടത്തുന്നതല്ല, അവർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും വരും, സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ട്. അപ്പോൾ അടുത്ത വർഷം എന്തായാലും ഇവിടെ വന്നതിന് കേട്ടോ ഇരട്ടി ആൾക്കാരുണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. ഇത് സാധനം പേരെന്നാ? ബ്ലൂബെറി ചീസ് കേക്ക്. നോട്ട് അങ്ങതാ രസമുണ്ട് കേട്ടോ. സംഭവം രസമുണ്ട്. ഇത് മറ്റേതാണ് പെട്ടെന്ന് കഴിയുന്ന സംഭവല്ലേ? തുറന്നപ്പോ തന്നെ തീർന്നു. സംഭവം കൊള്ളാട്ടോ അല്ലേ? നല്ല നമ്മളിപ്പോന്ന് വെച്ചാൽ ആ കേക്ക് നിന്നല്ലോ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. ഇവിടെ നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് നേരെ ചീപ്പാണ് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ചീപ്പ്. ഫുഡ് മാത്രമല്ല, പിന്നെ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചീപ്പാണ് ഇവിടെ. അതായത് അവിടെ 200 ഇവിടെ 100, അതേപോലെ തന്നെ ഫുഡ് അവിടെ 100 ഇവിടെ 50, അങ്ങനെയാണ്. പക്ഷേ ക്വാളിറ്റിനായിട്ടുള്ള ഒരു വ്യത്യാസമില്ല, നല്ല രസമുണ്ട്. അപ്പം നാഗാലാൻഡിൽ വരുന്നവർ എന്തായാലും ഇതിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്.
പല പാക്കേജ് എടുക്കുന്ന ആൾക്കാർക്കും കാര്യങ്ങൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു പരിപാടി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമ്മളോട് ലോക്കലും മലയാളീസ് പറഞ്ഞതാണ്, അങ്ങനെയാണ് നമ്മൾ ഇവിടത്തേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ കോഹിമയിലേക്ക് വരിക, കോഹിമയിലേക്ക് ഫുഡ് ഫെസ്റ്റിവലും കാർണിവലും വരെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. ഫുൾ ടൈം ആൾക്കാരാണ് ഇവിടെ. രാത്രി 11 മണി ഹോൺബില്ലിൻ്റെ ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവും, 11 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൺബില്ലിൽ നിന്ന് സാധനം മേടിക്കുന്നതിനെക്കാട്ടും മുന്നേ ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആകുമ്പോൾ നേരെ പകുതി പൈസക്ക് സാധനം കിട്ടും. പായസത്തിൻ്റെ മുകളിൽ ക്രീം ഇട്ടുള്ള സാധനം ആ ഒരു മൂഡിൽ കഴിക്കാം. 50 റുപ്യ ആ ഒരു സാധനത്തിന്. ഇതാണ് വരുന്നത് കേട്ടോ. Helicopter.